മിസ്റ്റർ അജ്മൽ, ഞാൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ എൻ്റെ കിളി പോയി. മോനെ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, ഞാൻ അത്രയും ടയർഡായി, എനിക്ക് പനിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ നടന്നു പോയി. ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി അതിൽ സൈൻ ഇട്ട് തന്നു, വിത്ത് ലവ് മോഹൻലാൽ എന്നുണ്ട്. കൈയക്ഷരം കൊണ്ട് മോഹൻലാലിനെ ഞെട്ടിച്ച മലപ്പുറത്തുകാരൻ അജ്മൽ സൽമാൻ. അജ്മൽ, സ്വാഗതം. താങ്ക് യു. മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ പേരുകൾ കൊണ്ട് ഏറ്റവും വലിയ ലാർജസ്റ്റ് ടൈപ്പോഗ്രാഫിക് പോർട്രേറ്റ് എന്ന കാറ്റഗറിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ 3 റെക്കോർഡുകൾ സ്വന്തമാക്കിയ പോർട്രേറ്റ്, അത് ചെയ്തത് മലപ്പുറത്തുകാരനായ അജ്മൽ സൽമാനാണ്. അജ്മൽ, എങ്ങനെയാണ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ആ പോർട്രേറ്റിലേക്ക് വന്നത് എന്ന് എനിക്കറിയണം. പക്ഷെ അതിനു മുൻപ് എന്തുകൊണ്ട് മോഹൻലാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. അതിന് പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട. പക്ഷേ എൻ്റെ ക്ലാസ്സിലൊരു ഇപ്പോഴും എൻ്റെ പഴയ ഒപ്പം പഠിച്ച കൂട്ടുകാരായാലും ആരായാലും ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നത് ക്ലാസ്സിലെ പഴയ മോഹൻലാൽ ഭ്രാന്തൻ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ എന്ന രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ലാലേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. ഞാൻ ആക്ച്വലി കിരീടം എന്ന മൂവി കിരീടം എന്ന മൂവിയിൽ അഭിനയം കണ്ടതിന് ശേഷമാണ് ലാലേട്ടൻ എന്നുള്ള സാധനം മനസ്സിൽ കയറിയത്. അന്ന് മുതൽ അന്നുണ്ടായിരുന്ന അതേ സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം ഇപ്പോഴും കാത്തു സൂക്ഷിക്കും. മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ പേരുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ്, അതിന് ഏറ്റവും വലിയ ടൈപ്പോഗ്രാഫി പോർട്രേറ്റ് എന്നുള്ള ആ കാറ്റഗറിയിലുള്ള പുരസ്കാരം അല്ലേ, 3 റെക്കോർഡുകളാണ് നേടിയത്. എങ്ങനെയാണ് ആ റെക്കോർഡ് നേടുന്ന ഒരു പോർട്രേറ്റിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ ചിത്രം വരയ്ക്കുന്നത് 2017 അന്ന് ലൂസിഫർ റിലീസായിട്ടില്ല. അപ്പോൾ ഞാനൊരു 100 ചിത്രം വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ 90 ചിത്രം ലാലേട്ടൻ്റെ ആയിരിക്കും. ലാലേട്ടൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എനിക്കൊരു മടിയോ ഒരു ക്ഷീണമോ ഒന്നുമില്ല, എത്ര വേണമെങ്കിലും ഞാൻ ഇരുന്ന് വരച്ചോളും. അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ പല വെറൈറ്റീസ് ഓഫ് ആർട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആർട്ട് ഉണ്ടെന്നോ ഇങ്ങനെ ചെയ്യുന്നൊരു ആർട്ട് കാറ്റഗറി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനന്ന് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അന്നത്തെ റിലീസാവാൻ നിൽക്കുന്ന ലൂസിഫർ വരെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് ചിത്രം വരച്ചു. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, പിന്നെ എടുത്തു വെച്ചു. എനിക്ക് പിന്നെ അടുത്ത ആർട്ടിലേക്ക് ഞാൻ പിന്നെ തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ലാലേട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നു. എനിക്ക് ലാലേട്ടൻ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഫ്രണ്ട്സിൻ്റെ ചോദിക്കാൻ തുടങ്ങും, നീ എപ്പോൾ വരയ്ക്കണമെങ്കിൽ ലാലേട്ടനെ തന്നെയാണോ വരയ്ക്കുന്നത്, ഇത് എന്ത് പ്രാന്തെന്നുള്ള അവരെന്നെ ചോദിക്കും. അപ്പോൾ എനിക്ക് ആ മനുഷ്യനൊന്ന് കാണണമെന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ, ഈ ഒരു കാര്യം ചെയ്യും, നീ അന്ന് വരച്ച ഫോട്ടോ ഇല്ലേ അതൊന്ന് റെക്കോർഡിന് വേണ്ടി അയക്കുന്നത്. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റെക്കോർഡിന് വേണ്ടി അയക്കുമ്പോൾ ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട്. 2018 ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്രൂവ് ചെയ്തു. അവർ അത് ഏഷ്യക്ക് റെക്കമെൻഡ് ചെയ്തു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. പിന്നെ അവിടുന്ന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കൂടി കിട്ടി. അതിനിടയിൽ UAE-യിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഏറ്റവും നമ്മുടെ ഏത് താരത്തിനോടുള്ള ആരാധനയായാലും ആരാധകർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അവരെ നേരിട്ട് കാണണം എന്നുള്ളതാണ്. അജ്മലിനും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലാലേട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ റെക്കോർഡിലേക്ക് വരെ എത്തിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ലാലേട്ടൻ്റെ ആ ജേണി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ലാലേട്ടൻ്റെ ശ്രദ്ധയിലെത്തുക, ഇതെങ്ങനെയെങ്കിലും ഒരു ന്യൂസ് ആക്കിയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് എത്തുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇതിനേക്കാളും പുറമെ ഞാൻ ചെയ്തൊരു ക്രേസി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് നരസിംഹ എന്ന മൂവിത്തെ ഒരു തീം വെച്ചിട്ടാണ്. ലാലേട്ടൻ്റെ ജീപ്പ്, ലാലേട്ടൻ അതേ കോസ്റ്റ്യൂം, പിന്നെ നടിയുടെ കാറ്, അതൊക്കെ വെച്ചിട്ടാണ് സേവ് ദ ഡേറ്റ് ചെയ്തത്. കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടിലും ഞങ്ങൾ രണ്ടുപേരും തോള് ചെരിച്ച് വെച്ചിട്ടുള്ള ഒരു പോസാണ് ഞങ്ങൾ പോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിലൊക്കെ ലാലേട്ടനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ലാലേട്ടനിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും ഞാൻ ലാലേട്ടനെ ഒന്ന് വിളിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ്, കാരണം എനിക്കറിയാം ലാലേട്ടനെ വേറൊരു കലാകാരന് കൊടുക്കുന്ന ഒരു സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ലാലേട്ടൻ്റെ ഓരോ നീക്കം, ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമല്ല, ലാലേട്ടൻ്റെ പേഴ്സണലി ഔട്ട്സൈഡ് സിനിമയ്ക്ക് പുറത്തും ലാലേട്ടൻ്റെ ആ ഒരു
വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ, ഔട്ട്സൈഡ് അപ്പിയറൻസിലായാലും. അപ്പോൾ എനിക്കറിയാം ലാലേട്ടൻ്റെ ആർട്ട് വർക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ലാലേട്ടൻ്റെ അടുത്തെത്തും എന്നുള്ളൊരു കോൺഫിഡൻസ്, അതിന് പറ്റാവുന്ന എല്ലാ വഴിയും ലാലേട്ടൻ്റെ മേക്കപ്പ് മാൻ ആവട്ടെ, ഒരു സെറ്റിൽ വരുന്ന ലൈറ്റ് ബോയ് ആവട്ടെ, അവർ വരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ലാലേട്ടനെ എത്തിക്കും. പലരും എത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ടൈമിലൊന്ന് ഫോണ് സൈലൻ്റ് ആക്കി, ഫോൺ ഓഫ് ചെയ്യുക, ഒന്നും ചെയ്യൂല. ഇത് എങ്ങനെയെങ്കിലും ലാലേട്ട് വിളിക്കുന്നു എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് കോൾ വരുന്നത്. ലാലേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള സമീർ ഹംസ് സാറെന്ന് പറഞ്ഞു, റെഡി ആയിരുന്നോളൂ, ലാൽ സാർ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞു. കുറേ നാൾ കാത്തിരുന്ന. അപ്പോൾ എനിക്കിങ്ങനെ കൈ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൾ എടുത്തതിന് ശേഷം മിസ്റ്റർ അജ്മൽ, ഞാൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ലാലേട്ടനെ പോലുള്ള നടൻ്റെ വിലപ്പെട്ടൊരു 3 മിനിറ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ മാറ്റി വെച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുള്ളിച്ചാടിയിരുന്നു, കോള് കട്ട് ചെയ്തതിന് ശേഷം തുള്ളിച്ചാടിയിരുന്നു. അപ്പോൾ അതിന് പുറമെ ഒരു ഇരട്ടി മധുരം എന്നോണം എൻ്റെ വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് വന്നു, ലാലേട്ടൻ്റെ ഒരു 1.5 മിനിറ്റുള്ള ആശംസ. അയ്യോ, മൊമെന്റ് ഇപ്പോഴും ഓർക്കുമ്പോഴും വോയിസ് നോട്ടിൽ ഇങ്ങനെ ചിത്രം കണ്ടു, ഒരുപാട് സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ, നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ദുബായിൽ വരുമ്പോഴോ നേരിട്ട് കാണാമെന്നുള്ള രീതിയിൽ. ആ ഒരു മൊമെന്റ് എപ്പോഴെങ്കിലും മനസ്സിൽ ഓർത്തിരുന്നു? അപ്പോൾ ലാലേട്ടനുമായിട്ട് കാണുന്നു എന്നുള്ള ഒരു മൊമെന്റ് എപ്പോഴെങ്കിലും, ഇപ്പം പലരും പറയാറുണ്ട് ഡ്രീം ചെയ്യാറുണ്ടെന്ന്. തീർച്ചയായിട്ടും. ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ആർട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ടൈമിൽ തന്നെ എനിക്ക് ലാലേട്ടനെ കാണണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ 2019, അതായത് 2018 എനിക്ക് റെക്കോർഡ് കിട്ടി. 2019 ഞാൻ ലാലേട്ടനെ കണ്ടാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഞാൻ കൊടുത്തൊരു ആർട്ട് വർക്കിൽ എനിക്ക് സൈൻ ചെയ്ത് തരുന്നു. ഞാൻ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ അന്ന് വരച്ച്, മൈ ബിഗ് ഡ്രീം എന്ന് പറഞ്ഞിട്ട്, ഡ്രീമിൻ്റെ M ക്യാപിറ്റലാക്കിയിട്ട് മോഹൻലാൽ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പേരിങ്ങനെ കമ്മ്യൂണിറ്റിയിൽ വൺ ഡേ നടക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ദിവസം വന്നു, മോഹൻലാൽ UAE എത്തിയപ്പോൾ അജ്മൽ പോയി കണ്ടു. എന്തായിരുന്നു അജ്മൽ ആ ഒരു അനുഭവം? ഒരുപാട് 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലാലേട്ടനെ കാണാൻ പോകുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, കണ്ട ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു അത്? എനിക്ക് ശരിക്കും ആ മൊമെൻ്റ് ഇപ്പോൾ ഇന്ന് രാവിലെ സംഭവിച്ച പോലെ അതേ എക്സൈറ്റ്മെൻറ്റ് എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ലാലേട്ടൻ അന്ന് എനിക്ക് വിളിച്ചതിന് ശേഷം ലാലേട്ടൻ UAEക്ക് വരവ് കുറവായിരുന്നു. കൊറോണ, അങ്ങനത്തെ ഷൂട്ടിംഗ്, മരക്കാർ, മലക്കോട്ട വാലിബി, അങ്ങനത്തെ വലിയ വലിയ ഷൂട്ടിംഗ് ഉണ്ടാകുമ്പോൾ ലാലേട്ടൻ ഇങ്ങോട്ട് വരവ് കുറവായിരുന്നു. വന്നതിന് അത് ഫാമിലി ചെറിയൊരു വിസിറ്റ്, ഇന്ന് വന്ന് നാളെ പോവുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയല്ലേ, നമ്മുടെ ഏത് എയർപോർട്ടാണ് ആ എയർപോർട്ടിലെ സ്റ്റാഫ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ടിലെ സ്റ്റാഫ് ലാലേട്ടൻ്റെ ഫ്ലൈറ്റിൻ്റെ താഴെയുള്ള ഗ്രോസറി അവിടുത്തെ സ്റ്റാഫിന് വരെ കോൺടാക്ട് ചെയ്യും, എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യായിരുന്നു എപ്പോഴും. അപ്പോഴാണ് ഞാനൊരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററും കൂടിയാണ്, ഞാനും വൈഫും കൂടി ചെയ്യുന്നത്. അപ്പോൾ അത് ത്രൂ കിട്ടിയ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഹസ്രത്ത് ആൻഡ് നിഹാൽ. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, എടാ നമുക്ക് ഇനിയും ആരും വെയിറ്റ് ചെയ്യണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നീ റെഡി ആയി നിൽക്കും, നമുക്ക് ലാലേട്ടൻ്റെ ഫ്ലൈറ്റിലേക്ക് പോവാം. എന്തായാലും ലാലേട്ടൻ നിൻ്റെ ഈ ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ലാലേട്ടൻ എന്തായാലും സംസാരിക്കും, നമുക്കത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് വൈകിട്ട്, ശനിയാഴ്ച രാത്രി വൈകിട്ട് 4 മണിക്ക് ലാലേട്ടൻ്റെ ഫ്ലൈറ്റിൻ്റെതായ ലോബിയിൽ പോയി വെയിറ്റ് ചെയ്യുന്നത്. അന്ന് ഏകദേശം ഒരു 10 മണി വരെ ലാലേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് വല്ലാത്തൊരു പൗരുഷമാണ് അല്ലേ, ഒരു മലയാളത്തിൻ്റെ പൗരുഷത്തിൻ്റെ പ്രതീകമാണെന്ന് പറയും ഇപ്പോഴും ഞാൻ. ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എനിക്ക് പേടി, ഞാൻ വേണ്ട എനിക്ക് പേടിയാവുന്നുണ്ട്, വേണ്ട നമുക്ക് അല്ല നീ നിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ നമുക്ക് ആ റെസ്പെക്റ്റോടെ തന്നെ നമുക്ക് ലാലേട്ടനെ കയറി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തടയാനോ ഒന്നുമില്ല. സൈഡിൽ നിന്നിട്ട് ലാലേട്ട ഇതിൻ്റെ ആർട്ട് വർക്കാണ്, ഇതിൻ്റെ റെക്കോർഡുണ്ട്, ലാലേട്ടൻ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, മോനെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, ഞാൻ അത്രയും ടയർഡായി, എനിക്ക് പനിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ നടന്നു പോയി. അപ്പോൾ ഞാൻ എപ്പോഴും എക്സൈറ്റ്മെൻറ്റിലാണ് ലാലേട്ടൻ അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തില്ലെങ്കിലും ലാലേട്ടൻ സംസാരിച്ചല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തിരിഞ്ഞപ്പോൾ ലാലേട്ടൻ അവിടെ നിന്നിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ആ മോൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് വാങ്ങിക്കൊള്ളു, ഞാൻ സൈൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ മേക്കപ്പ് മാൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി അതിൽ സൈൻ ഇട്ട് തന്നു, വിത്ത് ലവ് മോഹൻലാൽ എന്നിട്ട്. അതൊരുപാട് സന്തോഷമെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ, കാരണം ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ ലാലേട്ടനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ചിത്രങ്ങൾ ഞാനും ലാലേട്ടനും കൂടി തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് മാനോട് പറഞ്ഞു, ഇങ്ങനെ ലാലേട്ടൻ കാണാൻ വന്നതാണ്, ഇത്രയും വർഷമായി ഒരു ചാൻസ്. അപ്പോൾ പറഞ്ഞു ലാലേട്ടൻ നല്ല പനിക്കുന്നുണ്ട്. ലാലേട്ടൻ ലിഫ്റ്റ് കയറുമ്പോഴും എന്നോട് പറഞ്ഞത്, അയ്യോ മക്കൾ അവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു ലാലേട്ടൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു.
അപ്പോൾ എന്തായാലും എൻ്റെ പ്രതീക്ഷ ഉണ്ട് ലാലേട്ടനെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ലാലേട്ടൻ ഇനി എങ്ങാനും ഫുഡ് കഴിക്കാൻ താഴെ വരുമോ എന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി 1 മണി വരെ ഞാൻ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിറ്റേന്ന് രാവിലെ അന്ന് അത്രയും പനിയുള്ള മനുഷ്യനാണ്. പിറ്റേന്ന് രാവിലെ കരാമയിൽ ഇനാഗുറേഷൻ ഉണ്ട്. അന്ന് രാവിലെ ഞാൻ 7 മണിക്ക് ഇതേപോലെ ലോബിയിൽ അവിടെ പോയി വെയിറ്റ് ചെയ്തു. ലാലേട്ട ഇറങ്ങി പോകുമ്പോൾ കണ്ടു. ലാലേട്ട അപ്പം എന്നെ നോക്കുന്നുണ്ട്. പോയി കരാമത്തെ ഇനാഗുറേഷൻ കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ അതേപോലെ ഞാൻ അപ്പോഴൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോഴും ലാലേട്ടൻ കാണുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ റൂമിലേക്ക് കയറിപ്പോയി. രാവിലെ കരാമത്തെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ 7 മണിക്കാണ് അബുദാബിയിലെ ഷൂട്ട്. അപ്പോൾ 5 മണിക്ക് ലാലേട്ടൻ അബുദാബിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 2 hour ട്രാവലുണ്ട്. അപ്പോൾ 5 മണിക്ക് ലാലേട്ടൻ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അത്രയും ചെറിയ ടൈമേ എനിക്കുള്ളൂ ഇനി ലാലേട്ടനെ കാണുകയാണെങ്കിൽ തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് പല ആൾക്കാരും കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർ ചോദിക്കും ലാലേട്ടനായിട്ട് കണക്ഷനുള്ള ആളാണോ ലാലേട്ടൻ. അപ്പോൾ ചിലർ നമ്മൾ ഓൾറെഡി കണ്ട മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലായാലും. ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമല്ല ലാലേട്ടൻ്റെ പേഴ്സണൽ ലൈഫും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കണ്ട മുഖങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊരു ബന്ധുവിൽ ഞാൻ മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരു 2 പേര് ബഹ്റൈനിൽ നിന്ന് ലാലേട്ടൻ്റെ നെക്സ്റ്റ് ഫിലിമിൻ്റെ പ്രൊമോഷൻസായിട്ട് ബന്ധപ്പെട്ട് ബഹ്റൈനിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ട് ലാലേട്ടനെ കാണാനായിട്ട്. അവരോട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ ഒരു ഇപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കും, ഞാൻ ലാലേട്ടനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ഡിസ്കഷൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് എൻ്റെ കാര്യം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം 4 മണിയോളമായി. ഇനിയിപ്പോൾ ലാലേട്ടൻ പോകാനാകെ അരമണിക്കൂർ എന്തോ ഉള്ളൂ. അപ്പോൾ ഇനി തീരെ പ്രതീക്ഷയില്ലാതെ ഞാൻ അവരോട് പറഞ്ഞു വാടാ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിൽക്കടാ ഒരു അരമണിക്കൂറും കൂടി ഇല്ലേ, അതും കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഏട്ടൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്നെ തിരഞ്ഞാവോ എന്നുള്ള രീതിയിൽ ഞാൻ കയ്യിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് ലാലേട്ടൻ റൂമിലേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായൊരു സന്തോഷം. കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് കൊണ്ട് നടന്നൊരു ഡ്രീം നടക്കാൻ പോവാ. എങ്ങനെയാവും ലാലേട്ടനോട് പറയാൻ ഒരു 100 കാര്യം എൻ്റെ മൈൻഡിലുണ്ട്. ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോ ആയാലും ഞാൻ അന്ന് വരച്ച ആ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആയാലും എല്ലാം പറയേണ്ട മൈൻഡിലുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ റൂമിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. അതിനിടക്ക് ലാലേട്ടൻ ഇരിക്കുന്നത് ലാലേട്ടൻ ഫോണിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാനവിടെ കയറി വന്നപ്പോൾ ലാലേട്ടൻ വീഡിയോ പോസ് ചെയ്തിട്ട് മോനെ വന്നോ ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഒരു ചെയറുണ്ട് അവിടെ പോയിട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ലാലേട്ടനെ വാച്ച് ചെയ്യുക. ലാലേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൻപുറത്ത് എങ്ങനെയാണോ ഒരു ഫ്രണ്ടിനോട് നിൽക്കുന്നത്, തോളിലൊക്കെ കൈയിട്ട് പിടിച്ച് കുത്തി അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ലാലേട്ടൻ വന്നു മോനെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്ക് ലാലേട്ടൻ വരുമ്പോഴേക്കും ഞാൻ ടേബിളിൽ ഞാൻ വരച്ച ആർട്ട് വർക്ക് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ കണ്ടു പറഞ്ഞു ഒരുപാട് വെയിറ്റ് ചെയ്തൂലേ എന്ന് വെച്ചു. അപ്പം എല്ലാ ലാലേട്ടൻ കുഴപ്പമില്ല, ഞാൻ കാണുന്നുണ്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിന് നോക്കി പറഞ്ഞു ഈ ചിത്രം ഞാൻ നല്ല സൈൻ ചെയ്ത് തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാന്നുള്ളതിന് എൻ്റെ വലിയ അതിലെന്തോ എടുക്കാമല്ലോ, ഇതിലെൻ്റെ എല്ലാ സിനിമകളും ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ ലാലേട്ടൻ ഇതിൽ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം മുതൽ തുടരും വരെയുള്ള ഫിലിം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റെക്കോർഡ് കിട്ടിയ ചിത്രം ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോൾ വീട്ടിൽ വെച്ചു. ഇങ്ങനെ ഒരു അവസരം കിട്ടും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ലാലേട്ടന് എങ്ങനെയെങ്കിലും എൻ്റെ ആർട്ട് വർക്ക് കാണിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അതേപോലത്തെ ആർട്ട് വർക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. ലാലേട്ടൻ എങ്ങനെ വരുന്നുണ്ട് തുടരും വരെയുള്ള സിനിമയായിട്ട് ഞാൻ വേറെ ചിത്രം വരച്ചു. അതാണ് ലാലേട്ടൻ കൊടുത്ത് സൈൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ലാലേട്ടനോട് ചോദിച്ചു ഇതിലെല്ലാ ഫിലിമും ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ തുടരും വരെയുള്ള എല്ലാ ഫിലിമും ഉണ്ടോ ലാലേട്ടൻ. മോനെ ഇത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ലാലേട്ടൻ ഒരു നോട്ടം നോക്കി എന്നെ കളിയാക്കുകയാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ എടുത്തിട്ട് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് നോക്കൂ ഇത് ഇയാൾ കൈ കൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു. ലാലേട്ടനെ പോലുള്ള ഒരാൾ എൻ്റെ ഒരു ആർട്ട് വർക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുക, അതിൽ വലുത് എന്ത് വേണം. അങ്ങനെ അവരെല്ലാവരും വന്ന് നോക്കുന്നു. അപ്പോൾ എന്തിനൊക്കെ ലാലേട്ടൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ ലാലേട്ടനോട് ചോദിച്ചു ലാലേട്ടൻ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അപ്പോൾ ഓക്കെ ലാലേട്ടൻ ഒന്ന് കെട്ടിപ്പിടിച്ചു. കുറേ നേരം ഫോട്ടോ ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ലാലേട്ടൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓക്കെ ഫോട്ടോ എടുത്ത് എന്നാണ് ഒരുപാട് സന്തോഷം മോനെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ അപ്പോഴും ലാലേട്ടനെ വിളിച്ചിട്ടാണ് അല്ല ആ ചിത്രം എവിടെ, ആ ചിത്രം വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ടത്. ലാലേട്ടൻ പോലുള്ള ഒരാൾക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ലാലേട്ടൻ നമുക്ക് തരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ.
അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ലാലേട്ടൻ തന്നെ അവിടെ പോയിട്ട് ആ ചിത്രം വാങ്ങി വന്നിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ മോനെ പറഞ്ഞു പിന്നെ ഈ ബുക്കിൽ ലാലേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം, പക്ഷെ അത് മലയാളത്തിൽ വേണം. എനിക്ക് ലാലേട്ടൻ്റെ മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര, ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര, പക്ഷേ പലരും നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മലയാളത്തിൽ വേണം, ഒന്ന് എഴുതി തരാം. അപ്പോൾ അതിലെന്താ എഴുതാലോ, എന്താ എഴുതണ്ടെന്ന് മോൻ പറഞ്ഞോളൂ, അതുപോലെ എഴുതുന്നത്. പിന്നെ അങ്ങനെയല്ല ലാലേട്ടൻ എന്താണോ തോന്നുന്നത് അത് എഴുതിക്കൊള്ളുന്നതാണ്. അപ്പോൾ എൻ്റെ പേര് അജ്മൽ എന്നാണെന്ന് ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടില്ല, ആരോ അത് നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു. പക്ഷെ അതുപോലും പുള്ളിക്ക് ഓർമ്മയുണ്ട്. ലാലേട്ടൻ ഫസ്റ്റ് തുറന്നു വെച്ചിട്ട് അജ്മലിന് എന്ന് എഴുതി, അജ്മലിന് ഇത് കോമ ഇട്ടിട്ട്. അപ്പോൾ ലാലേട്ടൻ മലയാളം എഴുതുന്നത് ഭയങ്കര രസമാണ്, മാക്ക് പ്രത്യേക സ്റ്റൈലിലാണ് ലാലേട്ടൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ ലാലേട്ടൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ലാലേട്ടൻ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തോട്ടെ, ലാലേട്ടൻ എഴുതുന്നതൊന്ന് വീഡിയോ എടുത്തോട്ടെ. അതിനെന്ത് എടുത്തോന്നാണ്. അപ്പോൾ ഞാൻ ആ ഫെബ്രുവരിത്തിൽ ഫോണിൽ ലോക്ക് തുറക്കാൻ പറ്റുന്നത് എൻ്റെ കൈ വരച്ചിട്ട്. അപ്പോൾ ലാലേട്ടൻ വെയിറ്റ് ചെയ്യുക എഴുതാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു, ലാലേട്ടൻ കൈ വരച്ചിട്ട് ഫോണിൽ ലോക്ക് ഓണാവുന്നില്ല. അപ്പോൾ എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് വന്ന് കൂളാവും എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ എഴുതുമെന്ന് നോക്കിയിരിക്കും. എന്ത് രസം എഴുതാൻ. ലാസ്റ്റ് ആ മോഹൻലാൽ എഴുതിയതും സൈൻ ചെയ്തതൊക്കെ. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു അല്ലേ? അന്ന് ആ റൂമിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തുള്ളിച്ചാടാന്ന് പറയല്ലേ, അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു. ഇനി എന്താണ് ഒരു വിഷയം ഉള്ളത്? ഇപ്പോൾ ഏറ്റവും വലിയൊരു ഡ്രീംസ് ആ മനുഷ്യനെ കാണുക എന്നുള്ളതാണ് വീണ്ടും ഡ്രീം. കാരണം എത്ര കണ്ടാലും മതി വരാത്ത. ഇനി ഒരുപാട് തവണ കാണാൻ അവസരം ഉണ്ടാവട്ടെ, ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാവട്ടെ. നന്ദി അജ്മൽ. താങ്ക് യു.